പുതിയ കാലത്തെ മനുഷ്യ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണെന്ന് ചോദിച്ചാൽ മാരകമായ രോഗങ്ങളാണെന്ന് പറയാൻ പറ്റാത്ത ആരെങ്കിലുണ്ടോ? കാസർഗോഡ് എത്തുന്നതിന് മുമ്പ് ഞാൻ വിട്ടുകടന്നൊരു ടൗണ് കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാടിന്റെ ഒരു പ്രശ്നം മാരകമായ കരള് രോഗവും ക്യാൻസറുമാണ്. അനേകം ക്യാൻസർ രോഗികളും അനേകം കരള് രോഗികളുമുള്ള ഒരു പ്രദേശമാണ് കാഞ്ഞങ്ങാട്. എനിക്കറിയാം. നബിയെ തങ്ങൾ അവരോട് പറയണം. കുൽ നബിയെ തങ്ങൾ അവരോട് പറയും. കുൽ നബിയെ തങ്ങൾ പറയണം. ഹുവലില്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളോട് പറഞ്ഞു കൊടുക്ക്. അവരിങ്ങനെ രോഗം മാറാൻ വേണ്ടി മംഗലാപുരത്തും മദ്രാസിലും ബോംബെയിലും അല്ലെങ്കിൽ മിംസിലും ബേബിയിലും ലക്ഷോറിലും അറിയാവുന്ന ഇടങ്ങളിൽ ഇങ്ങനെ പോയി അലയുകയും മജ്ലിസുകളിൽ ദുആ കൊണ്ട് പരിമിതപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്ക്. പ്രത്യേകിച്ച് ഖുർആനൊക്കെ ഹിഫ്ള് പൂർത്തിയാക്കിയ മുത്തഅല്ലിമീങ്ങൾ ഇരിക്കുന്ന ഒരു മജ്ലിസിൽ അവരോട് പറയേണ്ട കാര്യം എന്താണ്? ഹുദൻ, ഖുർആനിലുള്ളത് ഒന്ന് കച്ചവടം വിജയിക്കാനുള്ള കാര്യവും കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാവുന്ന കാര്യവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴും വിജയിക്കാൻ ആവശ്യമായ കാര്യം ഖുർആനിലുണ്ട് എന്ന് അവരോട് പറഞ്ഞു കൊടുക്ക്. ഹുദൻ വശിഫാ. 20 കൊല്ലവും 10 കൊല്ലവും 5 കൊല്ലവും കൊല്ലങ്ങളായി 5ഉം 10ഉം മരുന്ന് കഴിച്ച് കൂടുതൽ രോഗികളായി നടക്കുന്ന ആളുകളോടും പറഞ്ഞു കൊടുക്കണം, ഈ ഖുർആനിൽ അവരുടെ രോഗത്തിന് ശിഫയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്ക്. ഖുർആൻ പഠിക്കാൻ വേണ്ടി ഹിഫ്ള് കോളേജുകൾ കെട്ടിപ്പടുക്കുമ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കി അനുഗ്രഹീതരായ ഹാഫിളീങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ പുതിയ കാലത്ത് ഖുർആനിൽ നിന്ന് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ ഖുർആനിന്റെ മെഡിസിനൽ പാർട്ട് പൂർവകാലത്തെ ഇമാമിയങ്ങൾ നിർവഹിച്ച ജോലി അതായിരുന്നു. ഓരോ കാലത്തിനും ആവശ്യമായ കാര്യങ്ങൾ ഖുർആനിലുണ്ട്. ഈ കാലഘട്ടത്തിൽ ആവശ്യം, ഇപ്പൊ നിസ്കാരത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ് സുജൂദ് എന്ന് പറയാമെന്നല്ലാതെ എത്ര ആളുകൾക്ക് ഇപ്പൊ സുജൂദ് ചെയ്യാൻ പറ്റുന്നുണ്ട്? നിസ്കാരത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ അവസ്ഥ ഏതാണ്? സുജൂദാണ്. എത്ര ആളുകളെ ഇപ്പൊ സുജൂദ് ചെയ്യണത്? ഇനിയിപ്പം സുജൂദ് ചെയ്യാതെ നിസ്കരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടും. എന്നിട്ട് നമ്മൾ വേദി കെട്ടിയിട്ട് പറയും ഖുർആൻ എല്ലാ കാര്യത്തിനും പരിഹാരമാണ്. ഇവിടെ സുജൂദ് ചെയ്യാനുള്ള പരിഹാരം ഖുർആൻ പറയണില്ല. ഒരു ജലദോഷത്തിന് പരിഹാരം പറയാൻ കഴിയാത്ത ഖുർആനെ കുറിച്ച്, ഒരു തലവേദന വന്നാൽ അതിന് പരിഹാരം പറയാൻ കഴിയാത്ത ഖുർആനെ കുറിച്ചിട്ട് നമ്മുടെ പ്രഭാഷകരും നമ്മുടെ എഴുത്തുകാരും നമ്മുടെ ആളുകളും അങ്ങനെ പ്രാസൊപ്പിച്ച് പറയണ വാക്കാണ് ഖുർആൻ എല്ലാത്തിനും മതിയായ ഗ്രന്ഥമാണ്. എന്നിട്ടോ ജനങ്ങളുടെ പ്രയാസം, ജനങ്ങൾ അതത് കാലത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കാൻ ഖുർആനേതര ഗ്രന്ഥങ്ങളെ ആശ്രയിക്കുന്ന കാലഘട്ടത്തിൽ, ഖുർആൻ അല്ലാത്ത പുസ്തകങ്ങളെ ആശ്രയിക്കുന്ന കാലഘട്ടത്തിൽ, ഖുർആൻ അല്ലാത്ത കിതാബുകളെ ആശ്രയിക്കുന്ന കാലഘട്ടത്തിൽ ഖുർആൻ കാലോചിത ഗ്രന്ഥമാണെന്ന് പറയുന്ന പരിപാടിയെങ്കിലും ദയവ് ചെയ്ത് പ്രഭാഷകർ നിർത്തണം. അത്രയെങ്കിലും ചെയ്യണം. ഈ കാലത്തിന്റെ പ്രശ്നം എന്താണ്? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ. എവിടെ? ഇത് ഖുർആനിലുള്ള ആയത്താണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. എവിടെ ശിഫാ? എവിടെ രോഗശാന്തി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാലോചിതമായ രൂപത്തിൽ വിശുദ്ധ ഖുർആനിനെ പറയുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് നമുക്കാവശ്യമുള്ളത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇസ്ലാമിനെ അറിയുന്ന, ഖുർആനിനെ അറിയുന്ന ആളുകൾ പറയുന്നു എല്ലാത്തിനും പരിഹാരം ഖുർആനിലുണ്ട്. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ തന്റെ വാഷിംഗ്ടൺ പ്രസംഗത്തിൽ പറഞ്ഞു അത്രേ, 20ാം നൂറ്റാണ്ടിൽ എല്ലാവർക്കും ആരോഗ്യം എന്ന ലോകാരോഗ്യ സംഘടനയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 20ാം നൂറ്റാണ്ടിൽ എല്ലാവർക്കും ആരോഗ്യം എന്ന പ്രഖ്യാപനം മുടങ്ങി. ഗവൺമെന്റുകളും പഞ്ചായത്തുകളും നമ്മുടെ രാജ്യത്തുള്ള സർക്കാർ സംവിധാനങ്ങളും രോഗമുക്ത സമൂഹത്തെ സൃഷ്ടിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആരോഗ്യമുള്ളൊരു സമൂഹത്തെ സൃഷ്ടിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സാധ്യമല്ല. ഇത് സാധിക്കാത്ത കാര്യമാണ്. ബറാക് ഒബാമ പറഞ്ഞു, ഇനി
ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയണമെങ്കിൽ ഖുർആൻ വിഭാവനം ചെയ്യുന്ന ഒരു ആരോഗ്യ ശാസ്ത്രത്തെ നമുക്ക് ലോകത്തിന് സമർപ്പിക്കാൻ കഴിയണം. അത് മസ്ജിദുകളിൽ നിന്നും, പള്ളി ദർസുകളിൽ നിന്നും, അറബിക് കോളേജുകളിൽ നിന്നും മാത്രമേ വരൂ. അപ്പൊ ഹിഫ്ള് ഖുർആൻ കോളേജുകൾ നടത്തുന്ന, ദർസുകൾ നടത്തുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ പുതിയ കാലത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഖുർആനിൽ നിന്ന് പരിഹരിക്കാനുള്ള വഴി കണ്ടെത്തണം. കോഴിക്കോട് വളരെ പ്രശസ്തമായ ഹോസ്പിറ്റലാണ് PVS ഹോസ്പിറ്റൽ. കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയും പോലെ ജനങ്ങൾക്കിടയിൽ അത്ര പേരും പെരുമയുള്ള ഒരു ഹോസ്പിറ്റലാണ് PVS ഹോസ്പിറ്റൽ. അവിടെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടറായിരുന്നു, പ്രത്യേകിച്ചും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ പോലെയുള്ള മഹാന്മാരെ നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു മഹാനായ ഡോക്ടറായിരുന്നു CK രാമചന്ദ്രൻ. CK രാമചന്ദ്രൻ ഇപ്പൊ കൊച്ചിയിലാണ് താമസം. കൊല്ലങ്ങളോളം കോഴിക്കോട്ടുകാരനാണ്. ഒരു ദിവസം കാണാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ കൺസൾട്ടിംഗ് റൂമിൽ അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. സ്നേഹം കൊണ്ട്, ബഹുമാനം കൊണ്ട്, ആദരവ് കൊണ്ട്. അദ്ദേഹം കോഴിക്കോട്ട് അങ്ങാടിയിൽ ഒരു പ്രാവശ്യം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഇനി ഖുർആനാണ്, ഖുർആൻ മാത്രമാണ് മനുഷ്യന്റെ രോഗങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള ഗ്രന്ഥം. അദ്ദേഹം ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ കേരളത്തിൽ ഇറങ്ങിയ ഒരു നബിദിന സ്പെഷ്യൽ പൂങ്കാവന മാസികയുടെ പതിപ്പിൽ അതിന്റെ ഫസ്റ്റ് പേജിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. വൈദ്യശാസ്ത്രം പറയുന്ന ഒരു പുസ്തകമായതുകൊണ്ട് ആ മാസം ഞാനത് പ്രത്യേകം വാങ്ങിയിരുന്നു. അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ അതിന്റെ ഫസ്റ്റ് പേജിൽ അദ്ദേഹം ഇത് തുറന്ന് എഴുതി വെച്ചു. അപ്പൊ ഒരു സ്വാമിജിക്ക് മനസ്സിലായ കാര്യം, സ്വാമി നിത്യ ചൈതന്യ യതിക്ക് മനസ്സിലായ കാര്യം മുസ്ലിമീങ്ങളായ നമുക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ, ഡോക്ടർ CK രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരന് മനസ്സിലായ കാര്യം മുസ്ലിമീങ്ങളായ നമുക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ, എഡ്വേർഡ് G. ബോൺ ഇസ്ലാമിക് മെഡിസിൻ എന്ന പുസ്തകം ഖുർആനിനെ കുറിച്ച് എഴുതിയ എഡ്വേർഡ് G. ബോൺ എന്ന ഒരു സഹോദരൻ മനസ്സിലാക്കിയ കാര്യം കൊല്ലങ്ങളായി മുസഹഫ് കൊണ്ട് നടക്കുന്ന നമുക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ, ലോക ചരിത്രത്തിൽ 900 വർഷക്കാലം, ലോക ചരിത്രത്തിൽ, അതായത് ലോക മെഡിക്കൽ ഹിസ്റ്ററിയിൽ 900 വർഷക്കാലം ഉണ്ടായിരുന്ന ഇസ്ലാമിക ഖുർആനിക ചികിത്സാ രീതി അസ്തമിച്ചിട്ട് 450 വർഷമായി. ഖുർആൻ പറയുന്നവരുടെ, ഖുർആനു വേണ്ടി ബിൽഡിങ്ങുകൾ കെട്ടുന്നവരുടെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് ഈ കാലത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിന് ഖുർആനിൽ നിന്ന് പരിഹാരം പറഞ്ഞു കൊടുക്കലാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ നിലയിലേക്ക് ഈ സ്ഥാപനത്തെ അള്ളാഹു വളർത്തി തരട്ടെ. നമ്മൾ അങ്ങനെയാണ് ആലോചിക്കേണ്ടത്. എല്ലാവരും പറയുന്നത് തന്നെ പറയാൻ ആള് വേണോ? എല്ലാവരും ചെയ്യുന്നത് തന്നെ ചെയ്യാൻ ആള് വേണോ? വേണ്ടല്ലോ. അൽ-ഹാഫിദ് ഇമാം അബൂ നുഈം റഹ്മഹുല്ലാഹ് തങ്ങൾ ചെയ്ത കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഇബ്നു സീന റഹ്മഹുല്ലാഹ് തങ്ങൾ ചെയ്ത കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ അൽ-ഹാഫിദ് ഇബ്നു നഫീസ് റഹ്മഹുല്ലാഹ് തങ്ങൾ ചെയ്ത കാര്യങ്ങൾ ചെയ്യാനുള്ള കെൽപ്പുള്ള ഉലമാക്കൾ വളർന്നു വരുന്ന ഒരു ഖുർആൻ കോളേജായി നിങ്ങളുടെ കോളേജിന് അള്ളാഹു മാറ്റിത്തരട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യാണ്. കാലത്തിനാവശ്യം അങ്ങനെയുള്ളവരെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആനിൽ നിന്ന് അനേകം ആളുകൾ ആസ്വദിച്ച കാര്യമാണ് രോഗശാന്തി എന്നുള്ളത്. നിലവിൽ പുതിയ കാലത്ത് മനുഷ്യന്മാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്, വളരെ വലിയ പ്രതിസന്ധിയാണ് ചികിത്സിച്ചിട്ട് രോഗം മാറുന്നില്ല എന്നത്. ഇത് രണ്ടും ആ നിലയിൽ മനസ്സിലാക്കണം. ചികിത്സിച്ചിട്ട് രോഗം മാറുന്നില്ല എന്നത് ഈ കാലഘട്ടത്തിൽ വലിയ പ്രശ്നമാണ്.